പിന്റു റൂബി അനലിറ്റിക്കൽ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ തീരുമാനത്തിന്റെ മുന്നിലാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്? അതായത് മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ട് ഞാൻ ഇത് ധൈര്യമായിട്ട് ഇപ്പോൾ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണോ എന്നൊരു ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡയലമ്മ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടോ? അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിനെ കുറിച്ചായിരിക്കാം, ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ എടുക്കേണ്ട ഒരു തീരുമാനമാകാം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ ഈ ചിന്തയ്ക്ക് തരുന്ന കൃത്യമായ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി ഈ റീഡിങ് കേൾക്കുക. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക, അല്ലാത്തത് വിട്ടുകളയുക. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ കാര്യം ധൈര്യമായിട്ട് ചെയ്തു തുടങ്ങണോ അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണോ? നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ എന്തോ ഒരു കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ മാറി ചിന്തിക്കണോ? അതിലെന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്? ഓക്കെ, ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കിങ് ഓഫ് വാൺസ്, പേജ് ഓഫ് വാൺസ്, ചാരിയറ്റ്, എല്ലാ പോസിറ്റീവ് എനർജീസും ഇവിടെ ഉണ്ട്. ലവേഴ്സ്, ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ്, ഹൈ പ്രീസ്റ്റസ്, യെസ്, ഹെർമിറ്റ്, ഏസ് ഓഫ് കപ്സ്. ഒരു അഡീഷണൽ കാർഡ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള വലിയ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് എന്തായാലും യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് ഈ കാർഡുകളിലൂടെ. നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം ധൈര്യമായിട്ട് ചെയ്യണോ അതോ കാത്തിരിക്കണോ എന്നതാണ് നമ്മൾ നോക്കിയത്. ആ ചോദ്യത്തിന് അത് എന്ത് ചോദ്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. എന്നാലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി അതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാം നിങ്ങൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും മുഴുവനായിട്ടും എടുക്കേണ്ടതില്ല. വ്യത്യസ്തങ്ങളായ എനർജീസിന്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എനർജീസ് ഇവിടെ കാണാനായിട്ട് എന്തായാലും ഈ റീഡിങ്ങിൽ തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകും. ആ ഒരു സജഷൻ മാത്രം, നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സജഷൻ മാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റീഡിങ്ങിൽ ആദ്യം വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ്. അതായത് ഈ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇപ്പൊ ശങ്കിച്ചു നിൽക്കുന്നത് ആ കാര്യം ധൈര്യമായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ ധൈര്യമായി ആ കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക, ഒട്ടും വൈകിക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് ഈ കാർഡിൽ നിന്നാണ് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രവചനാതീതമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കർമ്മഫലങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഫിനാൻസ് പരമായി നോക്കിയാൽ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളെ തേടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറിൽ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണിത്. കരിയറിൽ ചില അപ്രതീക്ഷിത ലാഭങ്ങളും ഒപ്പം ചില നഷ്ടങ്ങളും വന്നേക്കാം. എന്നാൽ പണം വിവേകത്തോടെ ചിലവഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പരിക്കുകൾ ഏൽക്കാതെ ഒരു വീഴ്ച പറ്റാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ മികച്ച പുരോഗതി ഉണ്ടാകും. ബന്ധങ്ങളിൽ വലിയ പുരോഗതിയും യാത്രകളും ഈ സമയത്ത് സംഭവിക്കാം എന്നാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നൽകുന്ന എനർജി. അടുത്തത് ഇതിന് കരുത്ത് പകരാൻ വേണ്ടിയിട്ട് കൂടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ക്രിയേറ്റീവ് സ്പാർക്കും ഇന്റലിജൻസും പക്വതയും ഉണ്ട് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. സാമ്പത്തികമായിട്ട് വലിയൊരു സമൃദ്ധിയും ഉയർന്ന വരുമാനവും ഈ തീരുമാനത്തിലൂടെ നിങ്ങളെ തേടി വരും. അതായത് നിങ്ങൾ എടുക്കാൻ പോകുന്ന, നിങ്ങൾ മനസ്സിൽ കാണുന്ന തീരുമാനം ഉണ്ടല്ലോ അതിലൂടെ, അതായത് ഹൈ ഇൻകം, ഗ്രേറ്റ് വെൽത്ത് ആൻഡ് അബണ്ടൻസ് നിങ്ങളെ തേടി വരുമെന്നാണ് പറയുന്നത്. വളരെ സ്റ്റേബിൾ ആയ ഒരു സമയമാണിത്. ഏത് ജോലിയും ഏറ്റെടുക്കാൻ തക്കവണ്ണം നിങ്ങളുടെ കരിയർ എനർജി ശക്തമാണ്.
ഒന്നിലധികം ജോലികളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പല പല ശങ്കകളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ കരിയർ എനർജി ഇവിടെ ശക്തമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആ ഒരു ഇൻകം, ഹൈ ഇൻകം, ഗ്രേറ്റ് വെൽത്ത്, അബൻഡൻസ്, ആ ഒരു ഇതുമായിട്ട് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും അത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവ് ആണെങ്കിലും, അതായത് അമിതമായിട്ട് ഒരു ബ്രെയിനിന് ഒരുപാട് സമ്മർദ്ദം കൊടുക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. തലയുമായിട്ട് ബന്ധപ്പെട്ട് തലവേദന പോലെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോ അത്രയും ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പറയുന്നത് ആരോഗ്യകാര്യമൊക്കെ പൊതുവെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ മനസ്സിലുള്ള ചോദ്യവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് അതെടുക്കുക. അതായത് ഇപ്പോ നിങ്ങളൊരു റേസിന് പോകുന്ന കാര്യമാണ് ആലോചിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്ന കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ, ബൈക്ക് റേസ് ആവാം, അല്ലെങ്കിൽ ഒരു ദൂര യാത്രയാകാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഈ ഹെൽത്തിന്റെ കാര്യം കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ പൊതുവിൽ ഹെൽത്ത് ഓക്കെയാണ്. പക്ഷെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാഹചര്യം, ഇഷ്യൂസ് വരാമെന്നല്ല, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമിത സമ്മർദ്ദം നൽകാൻ നിങ്ങൾ നിൽക്കരുത്. അങ്ങനെ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ആ തീരുമാനമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി, അല്ലാതെ ഇത് ബാധകമൊന്നും ആവില്ല. ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുള്ള ആവേശത്തെയാണ് ഈ പേജ് ഓഫ് വാൺസ് കാണിക്കുന്നത്. പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. കരിയറിന്റെ കാര്യത്തിൽ ഇതൊരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. ഒരു ഫ്രഷ് സ്റ്റാർട്ടിനെ പറ്റി കാണിക്കുന്നതാണ് പേജ് ഓഫ് വാൺസ് എനർജി. പ്രത്യേകിച്ച് ട്രാവലിംഗ് അല്ലെങ്കിൽ ഡയറി ഫാമിംഗ് പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫിനാൻസ് പരമായിട്ട് വരുമാനത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ് എന്ന് പറയാം. അതായത് നല്ലൊരു കരിയർ സ്റ്റാർട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകാം എന്നതാണ്. പിന്നെ വലിയ റിസ്കുകൾ തൽക്കാലം ഒഴിവാക്കുക. ഇവിടെയും നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അത് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ, ആരോഗ്യ കാര്യത്തിൽ ശ്വാസകോശ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം അനുകൂലമായിരിക്കും. ഓക്കെ. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ചാരിയറ്റ് കാർഡാണ്. ഇത് വിജയത്തിന്റെ കാർഡാണ്. ചാരിയറ്റ് എന്ന് പറയുന്നത് ഒട്ടും ഭയമില്ലാതെ വലിയ ആഗ്രഹങ്ങളോടെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്ട്രോങ് ആൻഡ് ഫിയർലെസ് ആയിട്ട്, അംബീഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ ഉള്ള സാമ്പത്തിക പ്രതിസന്ധികളെ നിങ്ങൾ മറികടക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡിറ്റക്റ്റീവ്സ്, ഏജന്റുമാർ തുടങ്ങിയ കരിയറിലുള്ളവർക്ക് വലിയ പുരോഗതി ഈ സമയത്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഇൻഫെക്ഷനുകൾ വരാതെ ശ്രദ്ധിക്കാൻ ഒരു സൂചന ഈ കാർഡ് നൽകുന്നുണ്ട്. അതുപോലെ ബന്ധങ്ങളിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, പങ്കാളിയുമായിട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് എപ്പോഴും തുണയായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ഈ കാർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം, നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ രണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്ഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യം, ഒരു വലിയൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത്. ഇവിടെ പ്യുവർ ലവ് സോൾമേറ്റ് കണക്ഷൻ ആണ്, അങ്ങനെ ഒരു ലിങ്കാണ് വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത്, ഇതുവഴി നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു ലവ് മാരേജിലേക്ക് നയിക്കാൻ വലിയൊരു സാധ്യതയുള്ള ഒരു കാർഡാണ്. കരിയർ പരമായിട്ടാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ മീഡിയ, അതുപോലെ ജെംസ് ആൻഡ് ജ്വല്ലറി, ഫാഷൻ, ബ്യൂട്ടി, ലക്ഷറി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകും. വളരെ പോസിറ്റീവ് ആയിരിക്കും. സാമ്പത്തികമായിട്ട് കനത്ത ലാഭവും അതുപോലെ സുസ്ഥിരമായ വരുമാനവും ഒക്കെ നിങ്ങൾ ഈ എടുക്കാൻ പോകുന്ന തീരുമാനത്തിലൂടെ, ഒരു ഹ്യൂജ് വെൽത്തും സ്റ്റേബിൾ ഏർണിങ്സും ഒക്കെ ഈ തീരുമാനത്തിലൂടെ നിങ്ങളിലേക്ക് വരും. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള യൂറിനറി ഇൻഫെക്ഷനുകൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ വ്യക്തത നൽകിക്കൊണ്ടാണ് ഏസ് ഓഫ് സോർട്സ് വരുന്നത്. അതായത് പുതിയ വരുമാന മാർഗത്തിന്റെ തുടക്കമാണ് ഇത് കാണിക്കുന്നത്. ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ
ഈ ധീരമായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാകും. അവിടെയും ഹെൽത്തിന്റെ കാര്യം പറയുന്നത് ആരോഗ്യകരമായ ശരീരവും മനസ്സും വീണ്ടെടുക്കാൻ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പുനർജന്മമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് ജഡ്ജ്മെന്റ് കാർഡ് വന്നിരിക്കുന്നത്. കരിയറിൽ നിങ്ങൾ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവിലാണ്. നിങ്ങൾ വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളൊരു എക്സാം ഒക്കെ എഴുതിയിട്ട് ഇരിക്കുകയായിരിക്കും, അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കരിയറിന്റെ കാര്യത്തിൽ. പിന്നെ ജലാശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി അടുത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, വെള്ളവുമായി ബന്ധപ്പെട്ട മേഖലകൾ നിങ്ങൾക്ക് വലിയ വിജയം തരുമെന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരാനായിട്ട് സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ഹീലിംഗിന്റെയും പൂർണ്ണമായ റിക്കവറിയുടെയും ഒക്കെ കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ കൂടെയുള്ളത് ഹൈ പ്രീസ്റ്റസും അതുപോലെ ഹെർമിറ്റുമാണ്. ഹൈ പ്രീസ്റ്റസ് വ്യക്തമാക്കുന്നത് ഫൈനാൻസ് പരമായി നല്ലൊരു ക്യാഷ് ഫ്ലോയും സാമ്പത്തിക നിലയും, നല്ല മികച്ച സാമ്പത്തിക നിലയും നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. നഴ്സിംഗ്, നേവി, ഡയറി ഫാമിംഗ് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. അതുപോലെ ജേർണലിസം മേഖലകളിൽ തിളങ്ങാൻ സാധിക്കും. ഹെർമിറ്റ് കാർഡ് വന്നിരിക്കുന്നത് ഒരു താക്കീത് കൂടി നൽകുന്നുണ്ട്. അതായത് ബിസിനസ്സിലോ കരിയറിലോ തെറ്റായ ഇൻവെസ്റ്റ്മെന്റുകൾ കാരണം കടബാധ്യതകൾ ഉണ്ടാകാതെ നോക്കേണ്ടതായിട്ടുണ്ട്. റെസ്റ്റോറന്റ്, ഷെഫ്, ജിം, മിലിറ്ററി ഫോഴ്സ് എന്നീ കരിയറിലുള്ളവർക്ക് ഈ സമയം അനുകൂലമായിരിക്കും. കുറഞ്ഞ എനർജി ലെവലും അതുപോലെ കഴുത്തിന്റെ ബാക്കില് നെക്കിന്റെ ബാക്ക് പെയിൻ, അങ്ങനെ കഴുത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു പെയിൻ ഒക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ആ രീതിയിലാണെങ്കിൽ നിങ്ങളുടെ ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പോയിന്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്ന പ്രാക്ടിക്കൽ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പൊതുവിൽ ഇവിടെ നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന സൂചനകൾ. നമുക്കിവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഉറപ്പുണ്ട്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ തീരുമാനം അതൊട്ടും നിങ്ങളെ തളർത്തില്ല എന്നൊരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതായത് പുതിയ ഓഫറുകൾ സ്വീകരിക്കാൻ ഇനി ഒട്ടും താമസം വരുത്തരുത്, കാലതാമസം വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായി തുറന്നു പ്രകടിപ്പിക്കുക, കൃത്യമായ ആ ചുവടുവയ്പ് നടത്തുക. അടുത്ത ഒരു മാസത്തിനുള്ളിൽ, അതായത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്, 1 ആണ് ഉണ്ടോ, വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം, ഉടനെ ഈ ധീരമായ തീരുമാനത്തിന്റെ മികച്ച ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോ ഇനി ഒട്ടും സംശയിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ നമുക്ക് ഒരു എക്സ്ട്രാ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സ് എന്താണ് അതുവഴി നിങ്ങളോട് അവസാനമായിട്ട് പറയുന്നത് നോക്കാം. ജസ്റ്റിസ്. അതായത് നമുക്കിവിടെ അവസാനം ലഭിച്ചത്, നമ്മൾ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനത്തിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം വരാൻ പോകുന്നു. അതുകൊണ്ട് ഒട്ടും താമസിച്ച് ശങ്കിച്ചു നിൽക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞു. അതിനോടൊപ്പം ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ജസ്റ്റിസ് കാർഡ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തരുന്ന ഉറപ്പ്, യൂണിവേഴ്സ് നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ്. പുതിയ ഓഫറുകൾ സ്വീകരിക്കാൻ ഇനി ഒട്ടും താമസം വരുത്തരുത്, നിങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായിട്ട് തുറന്നു പ്രകടിപ്പിക്കുക എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് അതിശക്തമായിട്ടാണ് ഇവിടെ ഉറപ്പിക്കുന്നത് ഈ കാർഡിലൂടെ. അതായത് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ ധീരമായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചവും ഒപ്പം നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ച ആ നീതിയും തിരികെ തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃത്യമായ ബാലൻസ് വരാൻ വേണ്ടി പോവുകയാണ്. നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും. അത് മാത്രമല്ല, നിയമപരമായ എന്തെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെങ്കിലും വളരെ ഒരു കരിയറിൽ വളരെ ഒരു ഫെയർ അപ്രോച്ച്, ഒരു സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോ, നഴ്സിംഗ് എന്നീ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ വലിയൊരു നീതി, ആ കാര്യത്തിൽ നീതി നടപ്പാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് തന്നെ ഇടപെടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ലൈഫിലും ഒരു നല്ല നീതി ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതൊക്കെയാണ്. ഏതെങ്കിലും നിയമപരമായ കാര്യങ്ങളിലോ കോടതി കേസുകൾ അല്ലെങ്കിൽ പോലീസ് കേസുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു ലീഗൽ മാറ്റേഴ്സിലൊക്കെ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയും ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്.
റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും നിങ്ങൾ വിതച്ചത് നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിനും നന്മയ്ക്കുമുള്ള കൃത്യമായ പ്രതിഫലം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും അടുത്ത 1 മാസത്തിനുള്ളിൽ. ഈ ധീരമായ തീരുമാനത്തിന്റെ മികച്ച ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകും. അങ്ങനെ ദൃശ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്ത് അത് ഞങ്ങളെ എല്ലാവരെയും നമ്മുടെ സോൾ ഫാമിലിയെ എല്ലാവരെയും അറിയിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കാൻ കഴിയാതെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് അറിയിച്ചാൽ, അതറിയാനും, അതായത് കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് മനസ്സിലാക്കാനും വലിയ സന്തോഷമാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് 1 മാസത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് ആ കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനം എടുക്കുന്നതോടുകൂടി എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതെന്ന് വീണ്ടും നമുക്കത് ഒരു ചെക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. ആ തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. നിങ്ങൾക്ക് കഴിയാവുന്ന നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ നോക്കിയിട്ട് മെമ്പർഷിപ്പ് എടുത്താൽ അത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതിയായിരിക്കും, നല്ലൊരു മാർഗമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടെ ബൈ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.